ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായ നികുതി ബിൽ പ്രകാരം സാമ്പത്തിക ഇടപാടുകളിൽ പാൻ നൽകേണ്ട സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. ചെറുകിട ഇടപാടുകളേക്കാൾ ഉയർന്ന മൂല്യമുള്ളവയിൽ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ അക്കൗണ്ടുകളിലായി 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. നിലവിൽ ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ പാൻ നിർബന്ധമായിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ വാങ്ങുമ്പോഴാണ് ഇനി പാൻ ആവശ്യമായുള്ളത്. കുറഞ്ഞ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ആശ്വാസം. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഇവന്റ് പേയ്മെന്റുകൾ എന്നിവ 1 ലക്ഷം രൂപ കടന്നാൽ മാത്രമേ പാൻ നൽകേണ്ടതുള്ളൂ. നിലവിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്കാണ് പാൻ നിർബന്ധമായിരിക്കുന്നത്. സ്ഥാവര വസ്തു വാങ്ങൽ, വിൽപ്പന, ദാനം, ജോയിന്റ് ഡെവലപ്മെന്റ് എന്നിവയിൽ പാൻ നൽകേണ്ട പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തി. പോളിസി എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പാൻ നൽകേണ്ടി വരും. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപ കടന്നാൽ മാത്രമാണ് പാൻ ആവശ്യമായിരുന്നത്. പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ചെറുകിട ഇടപാടുകളിൽ നിന്ന് ഒഴിവാക്കി വർഷത്തിൽ മൊത്തം നടത്തുന്ന ഇടപാടുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിലൂടെ സാധാരണക്കാരുടെ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലളിതമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വന്നാൽ ചെറുകിട ഇടപാടുകൾ നടത്തുന്നവർക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുമ്പോൾ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകളിൽ സർക്കാരിന് കൂടുതൽ നിരീക്ഷണവും നിയന്ത്രണവും സാധ്യമാകും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.